108 ഫയല്. പഞ്ചായത്ത് ഓഫീസിലെ ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ്. അതുകൊണ്ട് ഈ ജീവിതങ്ങളൊന്നും ഇവിടെ കിടന്ന് നരയിക്കണ്ട, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. ഇപ്പോഴെങ്കിലും പണി തുടങ്ങിയാലേ ഉച്ചയ്ക്ക് ആരെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴേ തുടങ്ങാം. ഇത് എവിടെന്ന്? ഇവിടെന്ന് തന്നെ. ഹലോ, ആരാ? നിന്നെ കാണാൻ ജോസമ്മ ഇവിടെ വന്നിട്ടുണ്ടേ. ദേ, നിന്റെ മുമ്പില് ജോസമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ. നീ ജോസമ്മ ഇനിയും കൊറേ അറിയാനുണ്ട് കുട്ടേ. ദേ, തുടരെ സിനിമയും കണ്ട് എന്റെ അടുത്ത് ഡയലോഗ് അടിക്കാൻ നിന്നോണ്ടല്ല, ഇതിവിടെ തുടരൂല, ഇത് ഇവിടെ വെച്ച് ഞാൻ നിർത്തും. ഈ പഞ്ചായത്ത് ഓഫീസ് മൊത്തത്തോളം അടച്ചു പൂട്ടണം, അതാണ് നല്ലത്. ഞാൻ ഇവിടെ പെൻഷനൊരു അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു, അതെന്തരായി? പേരെന്താ? ജോസമ്മ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അതിവിടുന്ന് വിട്ടായിരുന്നല്ലോ. റോക്കറ്റ് ആയിരിക്കും. 2 മാസമായി കർഷക പെൻഷന് വേണ്ടി ഞാൻ ഇവിടെ കയറി ഇറങ്ങണം. എനിക്ക് ഇതുവരെ കിട്ടിയില്ല. എനിക്ക് ഇനി ആ പെൻഷൻ വേണ്ട. പിന്നെ എനിക്ക് വിധവാ പെൻഷൻ തന്നാ മതി. വിധവാ പെൻഷനോ? അയ്യോ, അപ്പൊ നിങ്ങളുടെ ഭർത്താവ് മരിച്ചോ? എവിടെന്ന് പയറ് പോലെ ഓടി നടക്കുകയല്ലേ. ഇല്ലാത്തവർക്കാണ് വിധവാ പെൻഷൻ കൊടുക്കുന്നത്. അങ്ങേരെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കി തന്നെ, ഒരു ഗുണവും ഇല്ല. എന്റെ പൊന്നമ്മച്ചി, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല. ഭർത്താവ് മരിച്ചെന്ന് ഇവിടെ കാണിക്കണം. എന്റെ പൊന്നു മക്കളെ, എനിക്ക് 10 പൈസ കിട്ടണ കാര്യമാണെന്ന് പറഞ്ഞാൽ അങ്ങേര് എന്തിനു വേണമെങ്കിലും കാണിക്കും. ഒന്നിങ്ങോട്ട് വരിയെന്നേ, ഇന്ന് വിളിച്ചാ മതി. ഇവിടെ വന്ന് ചത്തുപോലെ അഭിനയിച്ച് കാണിച്ചു തരും. ഞാൻ വല്ലതും വിളിച്ചിട്ട് പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2 ചായയും വടയും വിളിച്ച് പറ. പിന്നെ നിങ്ങൾക്ക് ചായ വടയും വാങ്ങിച്ചു തരാൻ വേണ്ടിട്ടാ ഞാൻ കഷ്ടപ്പെട്ട് ഉറകയില്ലാതിരുന്ന് പഠിച്ച് ജോലി വാങ്ങിച്ചത്. ഓ, നീ അപ്പൊ ഉറങ്ങിയില്ലെങ്കിൽ എന്ത്? ആ ഉറക്കമൊക്കെ നീ ഇവിടെ വന്നിരുന്ന് നല്ലോണം ഉറങ്ങയല്ലേ. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങളെ മെമ്പറെ പോയി പറയണം, അല്ലാതെ സെക്രട്ടറിയായ എന്നെയല്ല പറയേണ്ടത്. മെമ്പർ ചൊറിയാൻ ബിനുവിന്റെ കാര്യം നീ ഇവിടെ മിണ്ടി പോവരുത്. അവൻ ഇലക്ഷന് മുമ്പ് എന്റെ വീട്ടിൽ വന്ന് എന്തിനാണ് പറഞ്ഞതെന്ന് നിനക്ക് അറിയാമോ? എന്തേര്? അവനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ എന്റെ വീട് പുതുക്കി പണിഞ്ഞു തരാന്ന്. എന്നിട്ട് പണിഞ്ഞ് എന്റെ വീടല്ല, അവന്റെ വീട്. പിന്നെ ആകെ ഉള്ളൊരു സമാധാനം, ഞാൻ അവനല്ല വോട്ട് ചെയ്ത. പിന്നെ ആർക്ക്? ഞാൻ അവനൊഴിച്ച് ബാക്കി എല്ലാവർക്കും നിരത്തി വോട്ട് കൊടുത്തുന്നേ. അവരൊക്കെ സാധുക്കള്. എവിടെ ആ മെമ്പർ? ഇവിടെ ഉണ്ടാ? മെമ്പർ ഇപ്പൊ ഇവിടെ ഇല്ല. കടലിൽ കണ്ടെയ്നർ വീണില്ലേ, അത് തള്ളി കയറ്റാൻ വേണ്ടി പോയിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ കടലിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. അവൻ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ കരയിൽ നിന്ന് പറഞ്ഞാലേ ആ തള്ളു കേട്ട് കണ്ടെയ്നറൊക്കെ തനിയെ കയറി ഇങ്ങ് വരും. നമ്മുടെ മെമ്പർ അങ്ങനെ ഒന്നും പറയാതെ. നമ്മുടെ മെമ്പർ ഇലക്ഷന് ജയിപ്പിച്ചാ ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? 5 കിലോ അരി വീതാണ് ഓടി നടന്ന് എല്ലാവരുടെ വീട്ടിലും പാവം എത്തിച്ചത്. എന്നിട്ട് ആ അരി മുതലാക്കാൻ വേണ്ടി കൊടുത്തവരുടെ വീട്ടിലെല്ലാം ഓടി നടന്നാണ് അവ 3 നേരം ചോറ് തിന്നെ. നിങ്ങൾക്ക് എന്തരുതല്ലേ? നമ്മുടെ മെമ്പർ എന്ന് പറഞ്ഞാ കുടുംബത്തിൽ പറഞ്ഞവനും വിദ്യാഭ്യാസം ഉള്ളവനുമാണ്. സുധാകരന്റെ മോനാണ് കുടുംബത്തിൽ പറഞ്ഞവനും വിദ്യാഭ്യാസം ഉള്ളവനും. ഈ സുധാകരനെ എന്റെ കൂടെ പഠിച്ചേ. അവന്റെ കാര്യം വല്ലതും അറിയാമോ? സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ സാറ് പറഞ്ഞ് വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാവണേന്ന്. അതുകൊണ്ട് വെള്ളത്തിൽ തൊട്ടാ കറണ്ട് അടിക്കുമെന്നും പറഞ്ഞ് ഒരാഴ്ച കുളിക്കാതെ നാറി നടന്നവനാണ് അവൻ. അമ്മച്ചി ഇപ്പോഴൊന്ന് പോയാണ്, എനിക്കിവിടെ അംഗനവാടിയിൽ ബിരിയാണിയുടെ കണക്കെടുക്കാനുള്ളതാണ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. ഇത് കൊച്ചു കുട്ടികൾക്കുള്ളതെന്ന് കേട്ടിട്ടില്ലേ? പ്രായം ഒരു പിള്ളേരെ പോലെയാണെന്ന്. അപ്പൊ എനിക്കും തിന്നാം. എന്നാ പിന്നെ ഒരു നിക്കർ ബനിയൻ എടുത്ത് തരട്ടാ, അത് ഇട്ടോണ്ട് ഓടെ. ഇവിടെ ഒരു കൊച്ചു പിള്ള, എനിക്ക് ഇവിടെ 100 കൂട്ടം പണി ഇരിക്കും അതിന്റെ കൂടെ. നീ ഒന്നില്ലെങ്കിൽ എനിക്ക് ലോൺ തരണം, അല്ലെങ്കിൽ എന്റെ വീട് പുതുക്കി പണി തരണം. അമ്മച്ചിക്കുള്ള ലോൺ ഇവിടെ ഇല്ലെന്ന്. പിന്നെ എന്തരുണ്ട് ഇവിടെ? ഇവിടെ ആകെപ്പാടെ കോഴിക്കുള്ള ഒരു 5000 രൂപയുടെ ലോൺ ഉണ്ട്. എന്റെ ദൈവമേ, കൂട്ടി കിടന്ന് തിന്ന് കൂട്ടി തന്നെ തൂവല് പുഴിക്കണ കോഴിക്ക് വരെ ലോൺ ഉണ്ട്. ഈ വായ് വരള്ള എനിക്ക് മാത്രം നിനക്ക് ലോൺ ഇടാൻ പറ്റൂലേ? എനിക്ക് ലോൺ വേണമെങ്കിൽ ഞാനും ഇനി അതേപോലെ ചെയ്യണമായിരിക്കും. എനിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിയുടെ ലോൺ എടുത്തു തരാം. എന്നാ പിന്നെ മക്കൾ അതിങ്ങേട്. അങ്ങനെ എടുത്തു തരാനൊന്നും പറ്റൂല. അതിനാദ്യം പഞ്ചായത്തിന് കരം തരണം. ഇതെന്തരി കരം? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയണമെന്ന് മനസ്സിലാവില്ലല്ലേ? അമ്മച്ചി ലോൺ വേണമെങ്കിൽ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണോന്ന്. എന്റെ അർത്ഥം എന്തരില്ല. പിന്നെ നിങ്ങൾ എന്ത് ഭാവിച്ചതള്ള എപ്പ അടിച്ചേ? ഞാൻ വിചാരിച്ച വല്ല തെറിയുമായിരിക്കും. അല്ല, അതൊക്കെ പോട്ടെ. 5000 രൂപ കിട്ടല്ലേ, അത് വെച്ച് എന്തിനു ചെയ്യാൻ പാട്? ഞാൻ മൊത്തവും പൈസക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കും. എന്നിട്ട് ഇതെന്റെ തലയെ കൂടെ ഒഴിച്ചിട്ട് പെരക്ക് ചുറ്റും കാറിക്കൊണ്ടോടും. ഇങ്ങനെ ഇതെന്തോന്ന്? പെണ്ണുങ്ങളായ നിലത്തിരിക്കണം. ഹലോ എന്ന് പറഞ്ഞ ഇനിയും തുടരണ്ടേ? ഇതിപ്പോ എന്തായാലും ക്ലൈമാക്സ് അല്ലേ, അപ്പൊ പിന്നെ ബൈ. അഖിലിന്റെ പിള്ളേര്
പൊളിച്ചു നോക്കില്ലേ? അല്ല പിന്നെ ഞാനല്ലേ തുടക്കം കുറിച്ചത്. ട്രെയിനിങ് നീയല്ലോ. അല്ല അത് ഈ കൈപ്പുണ്യം എന്ന് പറയും. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോളെ കാണാൻ സാരിയില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അല്ല പഴയ പടത്തിലെ ശോഭനയെ പോലെ. കോംപ്ലിമെന്റ്. ചിത്രത്തിലെ അമ്മയും നല്ലതായിരുന്നു അല്ലേ? അമ്മയുടെ ആ ഒരു ക്യാരക്ടർ. ശോഭനയില്ല. ഒരു മിനിറ്റ്. അവ ചിത്രം എന്ന് പറഞ്ഞാൽ ചലച്ചിത്രം. ചിത്രമല്ല, പഴയ ചിത്രങ്ങളിലെ മറ്റേ ഇത് പട്ടണപ്രവേശം. അപ്പൊ ചിത്രത്തിലാരേട്ടാ? ചിത്രത്തിലെ മോഹിനി അല്ല രഞ്ജിനി. ജസ്റ്റ് മിസ്സാണ്. ഏറിപ്പോയിക്കൊണ്ടിരുന്ന പിന്നെ ഒന്ന് വന്ന് വീണ്ടും ഏറിപ്പോ ഇപ്പൊ താഴെ വന്നിരിക്കുകയാണ്. രഞ്ജിനി ചേച്ചി ഞാൻ പറഞ്ഞു, എന്നെ പെട്ടെന്ന് കൺഫ്യൂസ് ആക്കിയ മോഹിനി എന്നായി പോയി. അവളെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മച്ചി അടിപൊളിയായിട്ടായിരുന്നു. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ചേച്ചി പിള്ളേരുടെ പവർ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി റോക്ക്. അമ്മച്ചി റോക്ക്. അമ്മച്ചി റോക്ക്. മറ്റേ ബ്യൂട്ടിഫുൾ ഗേൾ. ബ്യൂട്ടിഫുൾ ഗേൾ. അമ്മച്ചി ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. ബോത്ത് ദ ഗേൾസ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് ബാറ്ററി നിങ്ങൾ ചാർജ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നോക്കാം. ശോഭനയ്ക്കും കാർത്തിക്കും എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, യെസ്. ₹18,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ട്രീറ്റ് ഉണ്ട് കേട്ടോ. മക്കളെ താങ്ക്സോ നന്ദിയോ ഒന്നും പറയരുത്, എനിക്കത് താല്പര്യമേ ഇല്ല. അതാ എന്തിനാ കാര്യം കഴിഞ്ഞ പിള്ളേർ വരെ മറന്നുണ്ട്. ബാങ്ക് ഓഫ് ബോംബെ, could you please transfer the payment? Yes. And here. Yay, പൈസ വന്നേ.